ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് റുട്ടീനാണ്, ഒരു റിയലിസ്റ്റിക് ഈവനിങ് റുട്ടീനാണ് കേട്ടോ. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് എത്തിയപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു ഈവനിങ് റുട്ടീൻ ഷൂട്ട് ചെയ്യാമെന്ന്. സമയം ഏകദേശം 6 മണി ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല വെളിച്ചമാണ് കേട്ടോ ഇവിടെ. കാരണം ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് വളരെ ലേറ്റ് ആയിട്ടാണ് നമുക്കൊന്ന് ഇരുടാവുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നിപ്പം വലിയ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. ജസ്റ്റ് എൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു ഈവനിങ് റൂട്ടീനായിരിക്കും ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ലാസ്റ്റത്തെ മോർണിംഗ് റുട്ടീന് ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. ഞാൻ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് പറയാം. ഇന്ന് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ കടന്നുറങ്ങിപ്പോയി. കാരണം എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഉറങ്ങിയിട്ടില്ല, പക്ഷെ കുറച്ച് നേരം കടന്നു. ഭയങ്കരമായിട്ടുള്ള തലവേദനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പം ജസ്റ്റ് എണീറ്റതേ ഉള്ളൂ. എണീറ്റ് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാം. എന്തായാലും അവിടെ കിടന്നുറങ്ങുകയാണ്. ഇപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് ഉറങ്ങുക, അല്ലെങ്കിൽ രാത്രി പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൻ്റെ ഒന്ന് ഉറങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം ഉച്ചയ്ക്ക് കിടന്നുറങ്ങുകയാണ്, അതാണല്ലോ ബെറ്റർ. എല്ലാ ദിവസവും അവൾ ഉച്ചയ്ക്കൊന്നും കിടന്നുറങ്ങില്ല കേട്ടോ. ഭയങ്കര മടിയാണ് ഉച്ചയ്ക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രാത്രി നമ്മൾ സിനിമ എന്തെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ സോഫയിൽ കിടന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങിപ്പോവും. ഭക്ഷണമൊക്കെ രാത്രി ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ കഴിക്കാറില്ല, കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഉറങ്ങിയതുകൊണ്ട് രാത്രി കുറച്ച് അധികം നേരം ഇരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നാളെയും മറ്റന്നാളൊക്കെ ലീവാണ്. ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ്. മൊഹറം പ്രമാണിച്ച് ഫ്രൈഡേ ഹോളിഡേ ആണ്. അതുകൊണ്ട് സാറ്റർഡേയും സൺഡേ ഒക്കെ ഒരു ലോങ് വീക്കെൻഡ് ആണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നു നാളെ നമുക്ക് ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യണം, നമുക്ക് റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നാളെ എന്തായാലും ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഞാൻ റീഅറേഞ്ച് ചെയ്യുന്നതൊക്കെ കുറേ ദിവസമായിട്ട് നമുക്ക് അങ്ങനെ ഒന്നും അറേഞ്ച് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. തിരക്ക് ആയിരുന്നു. കാരണം നമ്മൾ രാവിലെ ഓഫീസിൽ പോയാൽ വൈകുന്നേരം വരെ ആണല്ലോ. അപ്പം നമുക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭയങ്കര ടയേർഡായിട്ടായിരിക്കും, അല്ലെങ്കിൽ മടിയായിരിക്കും. മോസ്റ്റ്ലി മടിയായിരിക്കും കേട്ടോ. ടയേർഡ് ആവുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് മടിയായിരിക്കുമല്ലോ. മടിയായിരിക്കും. അപ്പം അതുകൊണ്ട് ഒന്നും തന്നെ അങ്ങനെ വൃത്തിയാക്കി വെക്കാനൊന്നും പറ്റിയിട്ടില്ല. സോ നാളെ നമുക്ക് ലീവ് ആയതുകൊണ്ട് അതൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഞാനിവിടെ നിൽക്കുമ്പോൾ മുകളിൽ നിറയെ പ്രാവുകൾ. ഇവിടെ പ്രാവിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ്. ചില ആൾക്കാർ ഈ പ്രാവ് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പുറത്ത് ബാൽക്കണിയിലൊക്കെ വെക്കുന്ന കാണാം. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ തുടങ്ങിയതിന് ശേഷം അങ്ങനെ പ്രാവിൻ്റെ ശല്യം വന്നിട്ടില്ല. പക്ഷെ മുന്നേ ഞങ്ങൾ ഈ വീട് കാണാൻ വന്നപ്പോൾ നിറയെ പ്രാവുകളായിരുന്നു കേട്ടോ ബാൽക്കണിയിലൊക്കെ. കാരണം ഇവിടെ ആരും താമസിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇപ്പോൾ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം അത്ര പ്രാവുകളെ കാണില്ല. പക്ഷെ ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങൾക്കൊരു കാഴ്ച. ഭയങ്കര ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ബട്ട് ഇത് കണ്ടോ, നിറയെ പ്രാവുകളാണ് കേട്ടോ. ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിറയെ പ്രാവുകളാണ്. പിന്നെ നമുക്ക് രാവിലെയൊക്കെ നമ്മളെ ബാൽക്കണിയിലൊക്കെ വന്നിരിക്കുന്ന കാണാൻ പറ്റും കേട്ടോ. ഇത് ഭയങ്കര നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഈ പ്രാവുകൾ വന്ന് ഷിറ്റിടും. അതാണ് മെയിൻ പ്രശ്നം ബാൽക്കണിയിലൊക്കെ. അമ്മ എനിക്ക് തലവേദന വരുന്ന സമയത്ത് ഹെയർ നന്നായി മസാജ് ചെയ്ത് തരും കേട്ടോ. ഭയങ്കര സുഖം. ഹെയർ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് കടന്നുറങ്ങാൻ തന്നെ ഭയങ്കര സുഖമായിരിക്കും. അപ്പോൾ അമ്മ ഹെയർ മസാജ് ചെയ്തപ്പോൾ എൻ്റെ മുടി നിറയെ ഇങ്ങനെ കുടുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഞാൻ കിടക്കുമായിരുന്നു. അപ്പം അമ്മയ്ക്ക് കുടുക്കൊന്നും അങ്ങനെ കളഞ്ഞു തരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുടുക്കൊക്കെ ഒന്ന് കളഞ്ഞ് മുടിയൊക്കെ ഒന്ന് മുകളിലേക്ക് ഇട്ടിട്ടെ ഞാൻ നാളെയാണ് ഹെയർ വാഷ് ചെയ്യുന്നുള്ളൂ. ഇന്ന് ഹെയർ വാഷ് ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ ഹെയറിൽ ഓൾറെഡി നന്നായിട്ട് ഓയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നാളെ ഹെയർ വാഷ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞാൻ മേക്കപ്പ് ഒന്നും റിമൂവ് ചെയ്യാണ്ട് അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യണം നമുക്കിനി. പിന്നെ നമ്മൾ ഐബ്രോസ് ഷേപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു. സോ യാ, അപ്പം ഞാൻ ആദ്യം മുടിയിലെ ജടയൊക്കെ കളഞ്ഞ് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അമ്മ ആ സമയം കൊണ്ട് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഈവനിങ് ആകുമ്പോൾ എനിക്ക് ചായ വളരെ നിർബന്ധമാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട്. രാവിലെയും വൈകുന്നേരം മോസ്റ്റ്ലി എല്ലാ ഡേയ്സും ഞാൻ ചായ കുടിക്കാറുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് പോയിട്ട് കുളിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അമ്മയ്ക്കും അതേപോലെ തന്നെയാണ്, ചായ വളരെ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ കുടിക്കുകയാണെങ്കിൽ എന്തായാലും അമ്മയും ചായ കുടിക്കും കേട്ടോ. വേറെ ആരും ഇവിടെ അങ്ങനെ ചായ കുടിക്കാറില്ല. ഞാനും അമ്മയാണ് മെയിനായിട്ട് ചായ കുടിക്കുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫേസിൽ അങ്ങനെ മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആകെ മോയ്സ്ചറൈസറും സൺസ്ക്രീനെല്ലാം അപ്ലൈ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫേസിൽ അങ്ങനെ എല്ലാ ദിവസവും മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് വൈപ്പ് ചെയ്യാറില്ല കേട്ടോ.
പക്ഷേ ലിപ്സ്റ്റിക്ക് ഇതേപോലെ എല്ലാ ദിവസവും കളയാറുണ്ട്. അതും ഒരു ഓയിൽ വെച്ചിട്ടായിരിക്കും ഞാൻ കളയുന്നത് കേട്ടോ. കോക്കനട്ട് ഓയിലാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേക്കപ്പ് റിമൂവറാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ലിപ്സ്റ്റിക്ക് കുറേ നേരം നമ്മൾ ലിപ്സിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈനെസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓൾറെഡി എനിക്ക് കുറച്ച് ഡ്രൈനെസ് ഉണ്ട് ലിപ്സിൽ, അതുകൊണ്ടാണ് ഞാനിപ്പം ഓയിൽ യൂസ് ചെയ്തിട്ട് അത് കളയുന്നത്. എനിക്ക് ജനറലി ഭയങ്കര ഡ്രൈ സ്കിന്നാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിൻ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് എൻ്റെ സ്കിന്നിലൊക്കെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് ഫേസിൽ യൂസ് ചെയ്യില്ല കേട്ടോ, കൈക്കും കാലിലും മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇത് ഭയങ്കര എഫക്റ്റീവ് ആട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ഡ്രൈ സ്കിന്നൊക്കെ മാറാനായിട്ട് അടിപൊളിയായിട്ടുള്ള ലോഷനാണ്. അപ്പോൾ ഞാൻ ആ ലോഷൻ നമ്മളെ കൈക്കും കാലിനൊക്കെ അപ്ലൈ ചെയ്യും കേട്ടോ. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ട് കേട്ടോ. എൻ്റെ സ്കിന്നിലുള്ള ഡ്രൈനെസ് ഒക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫേസിലൊന്നും അപ്ലൈ ചെയ്യില്ല, കാരണം എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര അസ്വസ്ഥത. എന്ത് അപ്ലൈ ചെയ്താലും ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യും. എനിക്ക് ഉറക്കേ വരില്ല കേട്ടോ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. രാവിലെ മാത്രമാണ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഐബ്രോസ് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിൽ തന്നെ നമ്മൾ റേസർ യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ ഷേപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകുമ്പോഴാണ് ഞാൻ പാർലറിൽ പോയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായി തോന്നിയത്. അതാകുമ്പോൾ നമ്മളുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ചെയ്യാമല്ലോ. നമുക്ക് പിന്നെ ഒരാൾ ഹെൽപ്പ് വേണ്ട, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടോ. പിന്നെ എൻ്റെ ഐബ്രോസ് ഭയങ്കര കാട് പോലെ വളരുന്ന ഐബ്രോസ് ആണ് കേട്ടോ. ഭയങ്കര തിക്കായിട്ടുള്ള ഐബ്രോസ് ആണ് എൻ്റെത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷേപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഞാൻ 1 വീക്ക് കൂടുമ്പോഴത്തേക്കും എൻ്റെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാലേ കുറച്ചെങ്കിലും വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും ഒരു കാട് പോലെ ആയിരിക്കും എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം ഐബ്രോസ് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ആക്ച്വലി ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചെറുതായിട്ടും നമ്മളെ കൈ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഐബ്രോസ് കട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനങ്ങനെ മുകളിലേക്കൊന്നും അങ്ങനെ കയറ്റിയൊന്നും ചെയ്യില്ല കേട്ടോ. ജസ്റ്റ് എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു ഐബ്രോസ് മാത്രം എടുത്ത് കളയുക ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കൈ നന്നായിട്ട് വർക്ക് ഇതൊക്കെ ചെയ്യുമ്പം. അതിനുശേഷം ഞാൻ ചെറിയൊരു സിസേഴ്സ് ഇതേപോലെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഐബ്രോസ് കട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഐബ്രോസ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഐബ്രോസ് ഒക്കെ ത്രെഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കുട്ടി സിസേഴ്സ് വാങ്ങിച്ച് വയ്ക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ഐബ്രോസ് കട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ ഈവനിങ് ഇതേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഭയങ്കര എനർജി ആയിരിക്കും. ചില ദിവസങ്ങളിൽ ഭയങ്കര ഒന്നും ചെയ്യേണ്ടെന്ന് തോന്നും. നമുക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തോന്നും, ഭയങ്കര മടി ഫീൽ ചെയ്യും. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ഈവനിങ് ആണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഇതാ വിചാരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വെറുതെ ഇങ്ങനെ ക്യാമറയൊക്കെ നോക്കി കുറച്ച് ഷോ ഒക്കെ കാണിച്ചതിന് ശേഷം ഇനി നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം. ലിപ് ബാം അല്ല ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, ഗീ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് സുഡിയോന്ന് ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് ഇങ്ങനെ ഗീ ആക്കി വെച്ചാണ്. പിന്നെ അതൊരു ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ. കാരണം ഗീ ചെറുതായിട്ട് ഇങ്ങനെ മെൽറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ടേബിളിന് മുകളിലൊക്കെ ഗീ ആവും കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ ടിഷ്യൂ പേപ്പറിലാക്കിയിട്ടാണ് ഗീ സ്വതവേ ഒരു ഓർഗനൈസറിൽ വെക്കുന്നത്. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തായറും നീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളെ നീപ്പിച്ച് അവിടേക്ക് കൊണ്ടുപോയി അവൾക്ക് എന്തെങ്കിലും പാലെന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ അയറ് കൂടുതൽ പാലോ ബൂസ്റ്റോ എന്തെങ്കിലും കുടിക്കാറുണ്ട്. ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, അപ്പോൾ അങ്ങനെ അവളെ കുടിക്കുന്നതാണ്. പിന്നെ അവൾക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്യാമറേൻ്റെ മുന്നിൽ വന്ന ആളെ മാറും, ആൾ ഭയങ്കര ആക്റ്റീവ് ആവും കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ക്യാമറയ്ക്ക് ഇങ്ങനെ പോസ് ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഹായ് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിനി നേരെ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് പോകാം. ഈവനിങ് ആകുമ്പം ഞാൻ കൂടുതൽ എന്തെങ്കിലും ഒക്കെ നാമങ്ങൾ ജപിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനിപ്പം ഇന്ന് ലളിതാ സഹസ്രനാമമാണ് വായിക്കുന്നത്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും എനിക്ക് ടൈം കിട്ടാറില്ല. ടൈം കിട്ടാറെന്ന് വെച്ചാൽ ഈവനിങ് കുറേ അധികം ലേറ്റ് ആവും. അപ്പം പിന്നെ ഞാൻ വായിക്കില്ല. ഇന്ന് കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് നമുക്കിന്ന് ലളിതാ സഹസ്രനാമം വായിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്നൊരു കാര്യമാണ് ഇത് വായിക്കുമ്പം. ശരിക്കും ഇത് ഞാൻ പഠിച്ചെടുക്കാൻ തന്നെ കുറേ അധികം കാലങ്ങളായിട്ടോ. കാരണം എനിക്ക് മലയാളം ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങനെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ലളിതാ സഹസ്രനാമം പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ പഠിച്ചത് അമൃത കോളേജിലാണ് കേട്ടോ. അവിടെ ഭയങ്കര നിർബന്ധമായിരുന്നു ഹോസ്റ്റലേഴ്സ് എല്ലാവരും ലളിതാ സഹസ്രനാമത്തിന് വന്നിരിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ ആസ്വദിച്ച് കഴിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോഴാണ് വീട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ കുറച്ച് നേരം എന്തൊക്കെയാണ് വീഡിയോ കോളിൽ എന്തൊക്കെ അവർ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ കേട്ടിരുന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. പക്ഷേ രാത്രി വിശക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഭയങ്കര വിശപ്പാണ്. ചില ദിവസങ്ങളിൽ ഓഫീസ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഞാൻ ഫുഡ് കഴിക്കും. 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കും. അപ്പോഴത്തേക്ക് രാത്രി ഭയങ്കര വിശപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ബിരിയാണി ആയതുകൊണ്ട് ഭയങ്കര ഹെവി ആയിരുന്നു ഫുഡ്. പിന്നെ എല്ലാ ദിവസവും നൈറ്റ് ഞങ്ങൾ ഏതെങ്കിലും ഒരു മൂവി കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു ത്രില്ലർ മൂവിയായിരുന്നു. അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു മൂവിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ താഴത്ത് വേണമെങ്കിൽ കൊടുക്കാം. നല്ല മൂവിയായിരുന്നു. അതിനുശേഷം നമ്മളിത് സ്ലീപ്പിംഗ് ടൈമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.